കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടെ ആകസ്മികമായ മരണം അത് കേരളത്തെ ഞെട്ടിച്ചു. വ്യവസായികളെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2006 മുതലുള്ള വളർച്ച അത് കേരളത്തിൽ നിന്നില്ല. കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആ വളർച്ച ഉണ്ടായി. ദുബായിൽ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അവിടെ ഉണ്ടായി. അതുതന്നെയല്ല, ഒരു ബാങ്ക് ലോണും ഇല്ലാതെയാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. അതാണ് ഇൻകം ടാക്സുകാർക്ക് അവർക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത്. ഇൻകം ടാക്സ് കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് ടാക്സ് വെട്ടിച്ചു എന്ന ആരോപണം വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി പല രീതിയിലും അദ്ദേഹത്തിനെ ഹറാസ് ചെയ്യുന്നെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അദ്ദേഹം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിളിച്ച് സമ്പാദിച്ചു, അദ്ദേഹത്തിനെ ഉപദ്രവിക്കരുത്, ഇതുപോലെ റെയ്ഡ് നടത്തി ബിസിനസ് സ്ഥാപനങ്ങളെ നശിപ്പിക്കരുത് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പം വീണ്ടും ഇൻകം ടാക്സുകാർ റെയ്ഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യത്തിലൊക്കെ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കൊച്ചി യൂണിറ്റുകാർ ഇവിടെ വന്ന് ഇദ്ദേഹത്തിനെ ഹറാസ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാം, അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വക്കീലോ റെപ്രസെൻറ്റേറ്റീവ് എന്ന് അവർക്ക് അത് കൊടുത്താൽ മതി. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ വസതി ചെന്നിട്ട് അവർ ദുബായിൽ നിന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അതൊരു ഇല്ലീഗൽ ഡീറ്റൻഷൻ തന്നെയാണ്. അദ്ദേഹത്തിന് വെളിയിൽ പോകാൻ സ്വാതന്ത്ര്യമില്ലാതെ ഒരു റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് നടത്തിയെന്നേ പറയാനൊക്കെ ഉള്ളൂ. കാരണം അത് ഇൻകം ടാക്സുകാരെ അങ്ങനെ ഒരു റെയ്ഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സാധനം എടുത്തുകൊണ്ട് പോയാൽ പോരെ. അദ്ദേഹത്തിനെ അത് വെച്ചിട്ട് അവിടെ വെച്ച് ചോദ്യം ചെയ്തങ്ങ് തുടങ്ങുകയാണ്. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ജീവൻ വെടിഞ്ഞു. അവരെ മുൻവശത്ത് നിർത്തിയിട്ട് ചില ഫയലുകൾ എടുക്കാനെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻവശത്തെ ഓഫീസ് ഭാഗത്തേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പം വരുന്നത്. അത് വളരെ ഷോക്കിംഗ് ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ച 2006 മുതൽ ഏകദേശം 20 വർഷം കൊണ്ടാണ് ഇത്രയും വലിയ വളർച്ച ഉണ്ടായത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എല്ലാ രംഗത്തും കൈവച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തും സിനിമാ നിർമ്മാണ രംഗത്തും ഒക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഏകദേശം 12ഓളം സിനിമകൾ എടുത്തിട്ടുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചാനലിലൊക്കെ ചില സംവാദങ്ങളും അല്ലെങ്കിൽ ചാനലിലൊക്കെ ഫസ്റ്റ് കിട്ടുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് തന്നെ സംഭാവനയായിട്ട് കൊടുത്ത ചരിത്രവും നമുക്കറിയാം. ധാരാളം പണം അദ്ദേഹം എല്ലാ എൻ്റർടൈൻമെൻറ്റിനായാലും ശരി, അതുപോലെ പാവങ്ങളെ സഹായിക്കാനായാലും ശരി, വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അദ്ദേഹം മുമ്പിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ജീവിതം വെടിഞ്ഞത്? അത് പറ്റി ചിന്തിക്കുമ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇതുപോലെ നേരത്തെ ഒരു സംഭവം നമുക്കുണ്ടായിട്ടുണ്ട്. മുത്തൂറ്റിൻ്റെ ജോർജ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കളും ആസ്തികളും ഉള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടി ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് വരുന്നത്. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇന്ന് വരെ അതിൻ്റെ വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡോക്ടർ CJ റോയ് എന്തുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ള കാര്യം. അത് എൻ്റെ കണക്കൂട്ടൽ ഒരു സ്റ്റെയിൽമേറ്റ് ആയി എന്നുകൊണ്ടാണ്. പണം അങ്ങ് ജാമായി, അല്ലെങ്കിൽ സ്റ്റക്കായി, ഫ്ലോ അങ്ങ് സ്റ്റക്കായി. അതിനൊപ്പം ഇൻകം ടാക്സുകാരുടെ ശല്യവും മാനസികമായി അദ്ദേഹം തകർന്നു എന്നാണ്. അദ്ദേഹം വിചാരിക്കുന്ന പോലെ പണത്തിൻ്റെ ഒഴുക്ക് വരുന്നില്ല, അദ്ദേഹം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. അതിന് തടസ്സം ഇൻകം ടാക്സുകാരാണ്. 3 ദിവസം അദ്ദേഹത്തിനെ വെളിയിലെങ്ങും വിടാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ഇരുത്തി അവർ ചോദ്യം ചെയ്യുകയും ക്ലാരിഫിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമായ കാര്യമാണ്. ഇൻകം ടാക്സിനെ സാധാരണഗതിയിലെ ഭൂരിപക്ഷവും കാര്യങ്ങൾക്ക് പെനാൽറ്റി അടിച്ചിട്ട് ആ പ്രശ്നം തീർക്കാവുന്നതാണ്. അദ്ദേഹത്തിനെ മനഃപൂർവ്വം നിയമവിരുദ്ധമായി ഒരു മുറിയിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും തന്നെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം.
അത് തീർച്ചയായിട്ടും റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്. 342 IPC പ്രകാരം അത് കുറ്റകരമാണ്. അദ്ദേഹത്തിൻ്റെ ആ ടെൻഷൻ സഹിക്കാതെ മാനസികമായി തകർന്ന മനുഷ്യനാണ് ജീവിതം അവസാനിപ്പിച്ചത്. അപ്പം അബറ്റ്മെൻറ്റിലോട്ട് വന്നു. ആ ഒരു സെക്ഷനും ഇൻകം ടാക്സുകാർ സമാധാനം പറയേണ്ടി വരും. അവർ ചിലർ ആ അഡീഷണൽ കമ്മീഷണർ നേതൃത്വത്തിൽ അവർ ഒരു ബാച്ച് ആൾക്കാർ കഴിഞ്ഞ 28-ാം തീയതി മുതൽ ഡിസംബർ ഒരു 4-5 ദിവസത്തേന് അവർ അവിടെ റെയ്ഡ് നടത്തി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് 2ാമത്തെ ട്രിപ്പിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് 28-ാം തീയതി തുടങ്ങിയതാണ്. നേരത്തെ അവിടെ 3-4 ദിവസം അവർ വന്നിട്ട് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ ചില റെക്കോർഡുകൾ എടുത്തിട്ട് അതിൽ വിശദീകരണം ചോദിക്കുകയൊക്കെ ചെയ്ത് ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കിക്കഴിയുമ്പം അദ്ദേഹത്തിന് 0 കടവാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാബു കൃത്യമായിട്ട് പത്രക്കാരുടെ അടുത്തും പോലീസിൻ്റെ അടുത്തും പറഞ്ഞതായിട്ട് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കർണാടകയിലെ പോലീസ് സെപ്പറേറ്റ് കേസെടുത്തു. അതിപ്പം കർണാടക CIDക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അലസുരു ഹോട്ടലിലെ ആ മരണമടഞ്ഞ റോയിയുടെ കുടുംബക്കാരെയും അവരുടെ സ്റ്റാഫിനെയും മറ്റും പോലീസ് അവിടെ വച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. 1 രൂപ പോലും വായ്പയില്ലാതെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇത്രയും വളർന്നതെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ബാധ്യതകളും കടങ്ങളും ഒന്നുമില്ല. പഴയ വണ്ടികൾ മുഴുവൻ അതിനൊരു ക്രേസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ വില കൂടിയ വളരെയധികം വാഹനങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന മുമ്പ് 2006 അദ്ദേഹം തുടങ്ങിയത് ഒരു ചെറിയ ചുമന്ന മാരുതി കാർ 800 കാറിലാണ് യാത്ര തുടങ്ങിയത്. ആ കാർ അദ്ദേഹം വിറ്റുപോയെങ്കിലും ഈ അടുത്ത കാലത്ത് അദ്ദേഹം അത് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്ത് ആ കാർ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കാറുകളുടെ ശേഖരത്തിലേക്ക് ആ തുടക്കത്തിലെ ആ മാരുതി 800 കാറും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു ഇൻകം ടാക്സിൻ്റെ കസ്റ്റഡിയിലായിരുന്നു 3 ദിവസം എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ അവസാനം ആണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. ഒരു സ്റ്റെയിൽമേറ്റ് അത് മനസ്സിലുണ്ടായിരിക്കും. ഇവരുടെ ഈ പ്രവർത്തനം മൂലം അദ്ദേഹത്തിൻ്റെ ആ ഫിനാൻഷ്യലായുള്ള ചക്രം ഉരുളാൻ പറ്റാതെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ജീവൻ വെടിഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് വളരെ നാളുകൊണ്ട് ഇവരുടെ ഈ ഹറാസ്മെൻറ്റ് തുടങ്ങിയപ്പം പോലുള്ള ഒരു ചിന്തയായിരിക്കണം ഇതിലേക്ക് നയിച്ചത്. ആരും എപ്പോഴും സന്തോഷവനായി എല്ലാ കാര്യത്തിലും മുമ്പിൽ സഹായത്തിന് മുന്നിൽ വരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇല്ല എന്ന് കരുതുന്ന ഒരാൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവർക്കും വലിയ അതിശയമാണ്. അതുകൊണ്ട് ആ അഡീഷണൽ കമ്മീഷണർ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും എതിരായിട്ട് അദ്ദേഹം ഈ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ 108 IPC പ്രകാരം കുറ്റകരമാണ്. ഒരു ഗൂഢാലോചനയുണ്ട്, ഇതിൻ്റെ 120 ഉണ്ട്. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് നടത്തിയിട്ട് 342 ഒരു കുറ്റങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പം കർണാടക പോലീസ്, അവിടുത്തെ CID ഇവരെ ആ 3 ദിവസം അവിടെ ഡീറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് അവകാശമുണ്ട്. പ്രാഥമികമായിട്ട് നമ്മൾ അത് നോക്കണമല്ലോ. അതിന് അവകാശമില്ല ഇൻകം ടാക്സുകാർക്ക്. അവർക്ക് റെക്കോർഡ് എടുത്തുകൊണ്ട് പോകാം, ചോദ്യം ചെയ്യാം, അതിന് വിശദീകരണം വാങ്ങിക്കാം, അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് വരുത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു നോട്ടീസ് കൊടുത്ത് വരുത്താം. പക്ഷേ ഡീറ്റെയിൻ ചെയ്യാൻ അവർക്കാർക്കും അവകാശമില്ല, അധികാരമില്ല. അങ്ങനെ ഒരു നടപടിക്രമം ഇവിടെ വന്നിട്ടുണ്ട്. അത് അവരുടെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് അവർ ആ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിനെ വെളിയിൽ വിടാതെ ഇപ്പോൾ ആ റെയ്ഡിന് ഉത്തരവാദികൾ, ആ മരണത്തിന് ഉത്തരവാദികൾ അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫുമാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു അബറ്റ്മെൻറ്റ്, പ്രേരണാക്കുറ്റം അവരുടെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയാനുള്ള കാരണത്തിൻ്റെ പ്രേരണാക്കുറ്റമുള്ള വകുപ്പുകൾ ഇടേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇതുപോലെ പല ആൾക്കാരും ഇവരുടെ പീഡനത്തിന്, EDയുടെ പീഡനത്തിന്, അത് ഇൻകം ടാക്സുകാരുടെ പീഡനത്തിനൊക്കെ മരണത്തെ വരിച്ചവർ ധാരാളം പേരുണ്ട്. ഏറ്റവും അവസാനമായിട്ടാണ് ഇപ്പോൾ ഇവർ റെയ്ഡിനെ തുടർന്ന് ഇദ്ദേഹം ജീവൻ വെടിഞ്ഞത്. അതുകൊണ്ട് കൃത്യമായ നടപടിയിലേക്ക് പ്രവേശിക്കണം. ഇത് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. ഇത് ഒരു ടിപ്പിക്കൽ കേസാണ്. കാരണം ഒരിക്കലും ഇത്ര സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന് കരുതുന്ന ഒരാൾ, അദ്ദേഹം അവനകത്ത് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് കവർ ചെയ്യാനും അത് പരിഹരിക്കാനുള്ള കഴിവുള്ള ആളാണ്. കാരണം വളർച്ച ആ രീതിയിലാണ്.
ദുബായിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇപ്പം താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യ റിനി ഉൾപ്പെടെയുള്ളവരൊക്കെ ദുബായിൽ നിന്ന് ഇവിടെ വന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞാൽ ബോഡി കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ ആണ് ആ ബോഡി കൊണ്ടുവരുന്നതെന്ന് ഇപ്പം മനസ്സിലാകുന്നു. അതിനുശേഷം ക്രീമേഷൻ നടപടിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അദ്ദേഹം ചെറിയ രീതിയിൽ ജീവിതം തുടങ്ങി. തൃശ്ശൂരുകാരനാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്. പിന്നീട് അദ്ദേഹം ധാരാളമായിട്ട് വിദേശ യാത്രകൾ നടത്തിയും വിദേശത്ത് ധാരാളം ഡിഗ്രികൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെ വിദേശത്ത് പഠിച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ നിലവാരത്തിലും അതിനൊരു ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ നിലവാരത്തിലും വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരം പുലർത്തിയ ആളും മനുഷ്യനെ എൻ്റെ വിഷമതകളും പ്രയാസങ്ങളും കണ്ടാൽ അത് മനസ്സിലാകുന്ന വ്യക്തിയും അത് സഹായിക്കാനുള്ള വ്യക്തികളും ഒക്കെ ആയിരുന്നു. എല്ലാ ബിസിനസ് രംഗത്തും, അത് ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ രംഗത്തും, ലാൻഡ് അതിൻ്റെ പർച്ചേസിൻ്റെ രംഗത്തും, ഫാം ഹൗസുകൾ തുടങ്ങുന്ന രംഗത്തും, അതുപോലെ സിനിമാ നിർമ്മാണ രംഗത്തും, അതുപോലെ ധാരാളം പേരെ സഹായിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പം നിലച്ചു. അദ്ദേഹം ജീവൻ വെടിഞ്ഞു. അതിൻ്റെ കാരണം ഇപ്പോഴത്തെ ഈ പീഡനത്തിൻ്റെ ഒരു തുടക്കത്തിലാണ്. മറ്റുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മുത്തൂറ്റ് ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെയും ആ 5ാം നില 6ാം നിലയിൽ നിന്ന് അദ്ദേഹം എടുത്തു ചാടി ജീവൻ വെടിഞ്ഞ കാര്യങ്ങളുമൊക്കെ നമ്മൾ നോക്കുമ്പം ഒരു സ്റ്റെയിൽമേറ്റോ ഉണ്ടായി. അത് ചക്രം ഉരുളാതെ നിന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ജീവൻ വെടിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്.